നമസ്കാരം. അമേരിക്കയിൽ കായിക രംഗത്ത് നിന്ന് ട്രാൻസ്ജെൻഡറുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. വനിതാ കായിക താരങ്ങളോടുള്ള യുദ്ധം ഇതോടെ അവസാനിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ തൻ്റെ ശക്തമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ലോകത്ത് പുരുഷനും സ്ത്രീയും മാത്രമേ ഉള്ളൂ എന്നും ഒരു മൂന്നാം ലിംഗത്തെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ട്രാൻസ്ജെൻഡറുകളെ അമേരിക്കയിലെ കായിക രംഗത്ത് നിന്ന് പൂർണ്ണമായി ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ട്രാൻസ്ജെൻഡറുകളെ പങ്കെടുപ്പിക്കാതിരിക്കുന്ന കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ട്രംപ് ശ്രമിക്കുന്നത്. ഇതിനായി അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷൻ്റെ ഭാരവാഹികളെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി നേരിട്ട് കണ്ട് ചർച്ച നടത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ വൈറ്റ് ഹൗസിൽ പ്രഖ്യാപിച്ചത്. ഈ ചരിത്രപരമായ ഉത്തരവ് ഒപ്പുവയ്ക്കുന്ന സമയത്ത് വൈറ്റ് ഹൗസിലേക്ക് അമേരിക്കയിലെ പ്രധാനപ്പെട്ട വനിതാ കായിക താരങ്ങളെയൊക്കെ തന്നെ ക്ഷണിച്ചു വരുത്തിയിരുന്നു. ഈ ചടങ്ങിൽ രാഷ്ട്രീയക്കാരെയും തന്നെ പങ്കെടുപ്പിച്ചിരുന്നില്ല. ഈ ചടങ്ങിലെ ശ്രദ്ധേയമായ സാന്നിധ്യം അമേരിക്കയിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് അംഗമായിരുന്നു. വനിതാ താരങ്ങൾ എന്ന വ്യാജേന പുരുഷ കായിക താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഒഴിവാക്കുക തന്നെ വേണം എന്നായിരുന്നു ട്രംപിൻ്റെ നിലപാട്. നേരത്തെ പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല, ട്രാൻസ്ജെൻഡറുകൾ എന്ന വ്യാജേന പലപ്പോഴും പുരുഷന്മാർ സ്ത്രീകളുടെ ബാത്റൂമുകളും മറ്റും ദുരുപയോഗം ചെയ്യുന്നതായും കണ്ടെത്തിയിരുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് കായിക രംഗത്ത് നിന്ന് തന്നെ ട്രാൻസ്ജെൻഡറുകളെ ഒഴിവാക്കാനുള്ള ഈ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അമേരിക്കയിലെ മറ്റ് മേഖലകളിലുമൊക്കെ തന്നെ ട്രാൻസ്ജെൻഡറുകൾ എന്നുള്ള ഒരു വിഭാഗത്തിന് പ്രത്യേകമായി യാതൊരു തരത്തിലുള്ള പരിഗണന ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വളരെ വ്യക്തമാക്കുന്നത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു പുതിയ തീരുമാനം. ട്രാൻസ്ജെൻഡറുകൾ സ്ത്രീകൾ എന്ന പേരിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന നടപടി പരിഹാസ്യമാണ് എന്ന് തന്നെയാണ് തൻ്റെ നിലപാടെന്ന് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒന്നുകൂടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ആവർത്തിച്ചിരുന്നു. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും ഇത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കൈയടത്തലാണ് എന്നുമായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട്. എന്നാൽ ട്രാൻസ്ജെൻഡറുകൾക്കും ഒളിമ്പിക്സിൽ പങ്കെടുക്കാമെന്ന് നേരത്തെ തന്നെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അവരുടെ മാർഗ്ഗരേഖകളിൽ വ്യക്തമാക്കിയിരുന്നു. ഇനി ഇതങ്ങോട്ട് തിരുത്തിക്കാനുള്ള ശ്രമമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. എന്നാൽ ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് അമേരിക്കയിൽ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇൻ്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ അംഗീകരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. മാത്രമല്ല, മറ്റൊരുപാട് രാജ്യങ്ങളും സംഘടനകളുമൊക്കെ തന്നെ ട്രാൻസ്ജെൻഡറുകളെ അംഗീകരിക്കാത്ത ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടിനെതിരെ വളരെ സജീവമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെ ശക്തമായ എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായാൽ അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷന് ഒരുപക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ എത്തും എന്ന കാര്യം ഡൊണാൾഡ് ട്രംപിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ അടിയന്തരമായി ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കുകയും തൻ്റെ വിദേശകാര്യ സെക്രട്ടറി തന്നെ അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷനെ ഈ നിലപാട് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഡൊണാൾഡ് ട്രംപ് പ്രത്യേകം ശുപാർശ ചെയ്യുകയും ചെയ്തതെന്നാണ് കരുതപ്പെടുന്നത്. കായിക താരങ്ങളുടെ അഭിമാനകരമായ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുമെന്നും സ്ത്രീകളെയും പെൺകുട്ടികളെയും പരിക്കേൽപ്പിക്കാനും വഞ്ചിക്കാനും പുരുഷന്മാരെ അനുവദിക്കില്ല എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി മുതൽ വനിതാ കായിക മത്സരങ്ങൾ വനിതകൾക്ക് മാത്രമായിരിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം. ഏതായാലും നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് തന്നെ ഈ തീരുമാനത്തിന് ശക്തമായ എതിർപ്പുണ്ടാകാനാണ് സാധ്യത. രാജ്യങ്ങളോ പ്രസ്ഥാനങ്ങളോ ഒന്നും തന്നെ ഇതിനോട് ഇനിയും പ്രതികരിച്ചിട്ടില്ല. എങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ പല നിലപാടുകളോടും എതിർപ്പുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ട്. ട്രാൻസ്ജെൻഡറുകളുടെ സംഘടനകളും ഒരുപക്ഷെ ആഗോള വ്യാപകമായി തന്നെ ഇതിനെതിരെ പ്രതിഷേധത്തിന് ഇറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.